പട്ടികജാതി പട്ടികവർഗ നേതാക്കളിൽ നല്ല നല്ല നേതാക്കളുണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായ നിലപാടോടുകൂടി ഒരു ഈശ്വര ചിന്തയോടുകൂടി കാര്യങ്ങൾ ആത്മാർത്ഥമായി നടക്കണം. പറയേണ്ടിടത്ത് പറഞ്ഞു തീർത്ത് ഈ സംഘടന നയിക്കാൻ വന്ന ബാബു സാറ് തീർച്ചയായിട്ടും KPMSന്റെ മാത്രമല്ല ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗക്കാരുടെയും ഹിന്ദു സമൂഹത്തിന്റെയും ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ്. അത്രയ്ക്കും അദ്ദേഹത്തെ എനിക്കിഷ്ടമുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് KPMSനെ ഞാൻ കാണുന്നത് ഇവിടെ NSS SNDP കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രബലമായ സംഘടനയാണ് KPMS. ഈ സംസ്ഥാനത്തെ ഉരുക്ക് മനുഷ്യർ എന്നറിയപ്പെടുന്ന പറയാൻ പറ്റുന്ന ഒരു വിഭാഗക്കാരാണ് KPMS. സർദാർ വല്ലഭായ് പട്ടേലാണ് നമ്മൾ ഉരുക്ക് മനുഷ്യൻ എന്ന് അറിയുന്നെങ്കിൽ കേരളത്തിലെ ഉരുക്ക് മനുഷ്യർ എന്ന് പറയപ്പെടുന്നത് KPMSകാരെ തന്നെയാണ്. എല്ലാത്തിനും കഴിവുള്ള ശക്തിയുള്ള ബുദ്ധിയുള്ള ഏത് രംഗത്തും ശക്തരായിട്ടുള്ള മാതൃകയായിട്ടുള്ള KPMSന്റെ ശക്തി തീർച്ചയായിട്ടും ഹിന്ദു സമൂഹത്തിന് തീർച്ചയായിട്ടും പട്ടികജാതി പട്ടികവർഗക്കാരുടെ സമഗ്രമായ പുരോഗതിക്ക് ആവശ്യമാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മറ്റ് പട്ടികജാതി പട്ടികവർഗ സംഘടനകളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്രമായ ഒരു പുരോഗതിക്കും കൂട്ടായ്മയ്ക്കും KPMS തുനിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.